ക്രിസ്മസ് വെക്കേഷനൊക്കെ വരാൻ പോലെ ഇനിയിപ്പം ഒരു ഫാമിലി ടൂർ ഒക്കെ ഉണ്ടാവുമല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് പോകണം, അപ്പൊ ഞാൻ ഏത് പുതിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് പോകണം ഏത് പുതിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന്. ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പുതിയതായിട്ട് സ്പേസിൽ പോവുകയാണ്, അതല്ലെങ്കിൽ പുതിയ ഒരു ക്ലൈമറ്റിലോട്ട് പോവുകയാണെങ്കിൽ മാക്സിമം പുതിയതായിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ ക്യാരി ചെയ്യേണ്ടത് ഒരു നല്ല മോയ്സ്ചറൈസറും സൺസ്ക്രീനും, നിങ്ങളുടെ സ്കിന്നിന് പറ്റിയത്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒന്നിലും ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈ സ്കിൻ്റെ മോയ്സ്ചറൈസർ തന്നെ ഫോളോ അപ്പ് ചെയ്യുക, then സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഓയിലി ആണെങ്കിൽ കുറച്ച് ജെൽ ടൈപ്പിലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക, then ഒരു ജെൽ ടൈപ്പ് ചെയ്യാനുള്ള സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. പുതിയ സാധനം നമ്മൾ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മളൊരു വെക്കേഷന് പോകുമ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെസ് എൻജോയ് ഒക്കെ ചെയ്യും, പക്ഷെ പ്രോപ്പർ ഒരു സ്കിൻ കെയർ ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, വെള്ളം മാറുന്നതിന്റെ ആ ഒരു പ്രശ്നം കാണും, ഫുഡ് മാറുന്നതിന്റെ പ്രശ്നം കാണും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ തരുമല്ലേ. അപ്പൊ അതിന്റെ കൂടെ ഒരു പുതിയ സ്കിൻ കെയറും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ സ്കിൻ അത് ഇത്രത്തോളം അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഒന്നുകിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങളുടെ പഴയ സാധനം തന്നെ ഫോളോ അപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ, അല്ലെങ്കിൽ 2-3 ആഴ്ച മുന്നേ തന്നെ പുതിയ സ്കിൻ കെയർ ഇൻട്രൊഡ്യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഡോട്ട് നെയിൽ കൺബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.